നമസ്കാരം അനുപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, സന്യാസിമാരിലും നട്ടെല്ലുള്ള നല്ല കരുത്തുള്ള ആൺകുട്ടികൾ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഞാൻ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുമായിരുന്ന ഒരു വിഷമമായിരുന്നു നമ്മുടെ സന്യാസി സമൂഹം എന്തുകൊണ്ടാണ് പൊതുവിലായിട്ടുള്ള ഹിന്ദുവിന്റെ വിഷയങ്ങളിലേക്ക് നേരിട്ട് രംഗത്തിറങ്ങാത്തത്, എന്തുകൊണ്ടാണ് ഇനി എന്നാണ് ഇവർ ഇറങ്ങുക എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് വളരെ വിഷമത്തോടെ എല്ലാ കാലത്തും ഞാൻ ചിന്തിക്കുമായിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അത് മറ്റൊന്നുകൊണ്ടുമല്ല, കാരണം ഒരു ക്രിസ്ത്യൻ പാതിരിമാർക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന് എന്തെങ്കിലും വിഷയം ഉണ്ടാവുകയാണെന്ന് കരുതാം, ഈ ക്രിസ്ത്യൻ പാതിരിമാര് ഇനി മാർപ്പാപ്പയടക്കം രംഗത്തിറങ്ങും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തിയ രണ്ട് ക്രിമിനലുകളായിട്ടുള്ള സ്ത്രീകൾ, അവരെ കന്യാസ്ത്രീകൾ എന്നൊക്കെയാണ് ഇവർ വിളിക്കുന്നതാണ് വലിയ രസകരം. അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി സകല കുഞ്ഞാടുകളും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇസ്ലാമിക ജിഹാദികളുടെ കാര്യം, പിന്നെ മദ്രസ പൊട്ടന്മാരുടെ കാര്യം പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ഏതൊരു തീവ്രവാദി ചത്തു കഴിഞ്ഞാലും ആ തീവ്രവാദി തന്റെ രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്ന തീവ്രവാദിയാണെങ്കിൽ പോലും അവന് വേണ്ടി മയ്യത്ത് നമസ്കാരവും അവന് വേണ്ടി കണ്ണീരൊഴുക്കുകയും തീവ്രവാദികൾക്ക് വേണ്ടിയും നാടായ നാട്ടിൽ ഒന്നടങ്കം ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്ന മദ്രസ പൊട്ടന്മാരെ നമുക്ക് മാറ്റിവെക്കാം. അത് അങ്ങനത്തെ കുറച്ച് വാണങ്ങളാണ് എന്ന് തന്നെ ആ ഭാഷയിൽ തന്നെ പറയേണ്ടതുണ്ട്. ക്രിസ്ത്യാനികളെ ഇങ്ങനെയുമാണ്. അത്തരത്തിലിരിക്കുന്ന ഈ ഒരു ആനുകാലിക സാഹചര്യങ്ങളിൽ ഇത്ര കണ്ട് ഹിന്ദു വിരുദ്ധത മാത്രം പേറിക്കൊണ്ട് ഹിന്ദുവിനെ ചവിട്ടിയറയ്ക്കാൻ വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു സർക്കാർ, അത് ഹിന്ദു ആചാരങ്ങളായിക്കോട്ടെ, അനുഷ്ഠാനങ്ങളായിക്കോട്ടെ, ക്ഷേത്ര സംസ്കാരമായിക്കോട്ടെ, എന്തിനേയും നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള കുറെ വർഗങ്ങൾ, അവരെയൊക്കെ ഇന്നും അവരെ പ്രതിരോധിക്കാൻ വേണ്ടി സന്യാസി സമൂഹം ഇറങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ വേദന, ഒരു സ്വാഭിമാനി ഹിന്ദു എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ വേദന തന്നെയായിരുന്നു. പക്ഷെ അതിന് വലിയ ഉത്തേജനമായിക്കൊണ്ട്, അതിന് പരിഹാരമായിക്കൊണ്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സത്യാനന്ദ സരസ്വതി തിരുവടി സ്വാമികളുടെ ശിഷ്യനായിട്ടുള്ള ശ്രീ ശാന്തനാനന്ദും, അദ്ദേഹം ആ ഒരു സന്യാസി മഹർഷി, അദ്ദേഹം രംഗത്തിറങ്ങി വന്നുകൊണ്ട് കൃത്യമായിട്ട് പച്ചയ്ക്ക് തന്നെ കഴിഞ്ഞ പന്തളത്ത് നടന്ന ഹിന്ദു മഹാസംഗമം എന്ന് തന്നെ പറയാം, അതല്ലെങ്കിൽ അയ്യപ്പ ഭക്ത ജനസംഗമം, ആ ഭക്ത ജനസംഗമത്തിൽ ശാന്താനന്ദ മഹർഷി, ശ്രീ ശാന്താനന്ദ മഹർഷി എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറ്, ശ്രീ ശാന്താനന്ദ മഹർഷി സംസാരിച്ച ആ പ്രസംഗം കേട്ടതോടുകൂടി തന്നെ ഏതൊരു ഹിന്ദുവും കൃത്യമായിട്ട് ചിന്തിക്കും, സത്യമാണല്ലോ ഈ സന്യാസി പറയുന്നത് എന്നുള്ളത്. നോക്കൂ, ഇന്നിന്റെ കാലഘട്ടത്തിൽ നമ്മൾക്ക് ആവശ്യം ഈ സന്യാസിമാരെയാണ്, ശാന്താനന്ദു അതല്ലെങ്കിൽ ശാന്താനന്ദ മഹർഷിയെ പോലെയുള്ള സന്യാസിമാരെയാണ്. അല്ലാതെ ആശ്രമത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണവും കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള യജ്ഞങ്ങളും ഹോമങ്ങളും നടത്തുക, ഇനിയോ പ്രഭാഷണങ്ങൾ എന്ന രീതിയിൽ അങ്ങനെ സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുന്ന പുഷ്പവൃഷ്ടി മാത്രം നടത്തി ജീവിക്കുന്ന സന്യാസി വര്യന്മാരെയല്ല ഇന്നിന്റെ ആവശ്യം. അത് അവരോടുള്ള സകലമാന ആദരവോടും കൂടി തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എൻ്റെ ഉള്ളിലുള്ള വിഷമമായിരുന്നു. ഇത്രയും നാൾ അതിനൊരു പരിഹാരം കിട്ടിയിരിക്കുന്നു. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ ശാന്താനന്ദ മഹർഷി, അദ്ദേഹത്തിനെതിരെ കേസൊക്കെ എടുത്തിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? വാവർ എന്ന് പറയുന്ന ഒരുത്തൻ, ഈ അയ്യപ്പ സ്വാമിയുടെ ചരിത്രത്തിൽ എവിടെയും വാവരെ കാണാൻ പറ്റില്ല. അയ്യപ്പ സ്വാമിയുടെ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക ആ ഒരു സമുദായം നിലവിൽ പോലും വന്നിട്ടില്ല എന്നിരിക്കെ എങ്ങനെയാണ് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു കഥാപാത്രം ഈ ചരിത്രത്തിലേക്ക് വന്നതെന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് കൃത്യമായിട്ടും ദൃഷ്ടാന്തമുണ്ട്. പിണറായി വിജയൻ അയാളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയ 7 കോടിയോ 8 കോടിയോ മുടക്കി ഒരു ആർഭാട സംഗമം നടത്തിയല്ലോ പമ്പയിൽ. ആ പമ്പയിൽ അന്ന് പിണറായി വിജയൻ പറഞ്ഞു, ഇവിടെ ഈ ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ പോയിട്ട് അവിടെ കണിക്കയിട്ടിട്ട് വാവരെയും കണ്ടിട്ട് അയ്യപ്പനെ പോയി കാണുന്നത്, ഇത്രയും വലിയ മതേതര കൊതേതര തേങ്ങാക്കൊല എന്നൊക്കെ വിജയൻ പ്രസംഗിച്ച് അതിന് കൈയടിച്ച് കുറെ എണ്ണം അങ്ങനെ പാസ്സാക്കി പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. ചീറ്റിപ്പോയ സംഗമം നമ്മൾ കണ്ടതാണ്. അതിലുണ്ടായിരുന്നു പിണറായി അടക്കമുള്ളവർ ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളത്. കാരണം 6 വയസ്സുകാരിയെ ഭോഗിച്ചവനെ ഞങ്ങന്റെ സ്വത്തായി കൊണ്ട് നടക്കുക, എന്നാലോ ഗണപതി മിത്തുമാണെന്ന് പറഞ്ഞു നടക്കുന്ന, അതിന് കൈയടിക്കുന്ന ഭരണവർഗവും അതിന് കൈയടിക്കുന്ന മരുവനും അമ്മോസനും ഒക്കെ ഈ നാട് കുട്ടിച്ചോറാക്കി ഹിന്ദുവിനെ ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ ശാന്താനന്ദ മഹർഷിയുടെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് പന്തളം പോലീസ് എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം
പറഞ്ഞതിലെ കുറച്ച് കാര്യം മാത്രമല്ലേ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളൂ. അദ്ദേഹം കുറെ കാര്യങ്ങൾ മുൻപും പറഞ്ഞിട്ടുണ്ട്, അതിന് ശേഷവും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കേണ്ടതുണ്ട്. ഇത് എല്ലാ സന്യാസിമാർക്കുമുള്ള വലിയൊരു നട്ടലോടെയുള്ള ശാന്താനന്ദ മഹർഷിയുടെ ഒരു നേതൃത്വമാണ് ഈ കാണിച്ചു തന്നിരിക്കുന്നത്. അതല്ലാതെ ഒരു കവിളത്ത് കിട്ടിയ മറ്റേ കവിളം കാട്ടി അടിയട അടിയട എന്ന് പറഞ്ഞ് ഹിന്ദുവിനെ നാണം കെടുത്തുന്ന രീതിയിൽ വായിൽ പഴമിട്ടിരിക്കുന്ന ആത്മീയ നേതാക്കന്മാരെയോ അതല്ലെങ്കിൽ ആത്മീയ സംഘടനാ നേതാക്കന്മാരെയോ എല്ലാം ഇന്നിന്റെ ഹിന്ദുവിന് ആവശ്യം. ഇന്നിന്റെ ഹിന്ദുവിന് ഒന്ന് കിട്ടിയാൽ 100,000 തിരിച്ചു കൊടുക്കുന്ന, അത് അടിയായാലും വാക്കായാലും ആ രീതിയിൽ പ്രതികരിക്കുന്ന ഹിന്ദുക്കളെ നട്ടലോടുകൂടി ഉയർത്തെഴുന്നേറ്റ് നിന്നുകൊണ്ട് അതേടാ ഞാൻ ഹിന്ദുവാടാ എന്ന് പറയാൻ, ആ പ്രചോദനം ഉൾക്കൊള്ളാൻ, ആ രീതിയിലേക്ക് നയിക്കുന്ന നേതാക്കന്മാരെയാണ് ആവശ്യം. അല്ലാതെ ഇങ്ങനെ കുഴഞ്ഞു തൂങ്ങി നിൽക്കുന്ന ഹിന്ദുവിനെ സൃഷ്ടിക്കുന്ന ആചാര്യന്മാരെയോ നേതാക്കന്മാരെയോ അല്ല ഹിന്ദുവിന് ആവശ്യം. ഇത് കലികാലമാണ്. ഇവിടെ ക്രിസ്ത്യൻസും ഇസ്ലാമുകളും ഇത് അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന് ഹിന്ദുവിനെ ചവിട്ടി മെതിക്കുമ്പോൾ ഹിന്ദുവിന് ആശ്രയം ഈ ശാന്താനന്ദ മഹർഷിയുടെ വാക്കുകളെ പോലെയുള്ള, ശാന്താനന്ദ മഹർഷിയെ പോലെയുള്ള മഹർഷിമാർ, സന്യാസിമാർ തന്നെയാണ് എന്നുള്ളത് അരക്കിട്ടുറപ്പിച്ച് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ തീ കെടാതെ സൂക്ഷിക്കേണ്ടത്, ഈ തീ കെടാതെ സൂക്ഷിച്ച് നമ്മളെ നയിക്കേണ്ടത് നമ്മുടെ സന്യാസി വര്യന്മാരാണ്. അതുകൊണ്ട് ശ്രീ ശാന്താനന്ദ മഹർഷിയുടെ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, കുറച്ചൊക്കെ കേൾക്കാത്തതും ഉണ്ടായിരിക്കാം. അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ പ്രതികരണം, തീപാറുന്ന വാക്കുകൾ കേട്ട് നോക്കാം. നമുക്ക് ഇനി ഒട്ടേറെയുണ്ട് കേൾക്കാം. മതേതരം എന്ന് പറയുന്ന സിദ്ധാന്തം ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല, പണ്ടേ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇവിടെ ഒരു മുസ്ലിമും ഉണ്ടാവില്ല, ഇവിടെ ഒരു ക്രിസ്ത്യാനിയും ഉണ്ടാവില്ല. ഭാരതത്തിലെ ഹിന്ദുവിന്റെ മജ്ജയിലും മാംസത്തിലും മസ്തിഷ്കത്തിലും രക്തത്തിലും ഓരോ കോശത്തിലും അണുവിലും മതേതരത്വം എന്നല്ല മനുഷ്യത്വം എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇന്ന് മുസ്ലിം ഉള്ളത്, ഇവിടെ ഇന്ന് ക്രിസ്ത്യാനി ഉള്ളത്, ഇവിടെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് ഉള്ളത്, ഇവിടെ ഇന്ന് കോൺഗ്രസ് ഉള്ളത്. യാതൊരു സംശയവും വേണ്ട. ഇല്ലെങ്കിൽ ഇവനൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഗണപതി എന്ന് പറയുന്നത് മിത്താണ് എന്ന് പ്രഖ്യാപിക്കുന്ന, ഗണപതിയെ പൂജിക്കുന്നത് അന്ധവിശ്വാസമാണെന്ന് പ്രഖ്യാപിക്കുന്ന, ഗണപതി ഹോമം അനാചാരമാണെന്ന് പ്രഖ്യാപിക്കുന്ന നിരീശ്വരവാദികൾ ഭരിക്കുന്ന നാട്ടിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ ലജ്ജയുണ്ട്. എന്നാലും ഇന്നലെയും മെനിഞ്ഞാന്നും ഇന്നുമൊക്കെയായി നിങ്ങൾ പലതും കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങളോട് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇവിടെ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനപ്പെട്ട ഭരണാധികളെല്ലാം തന്നെ നിരീശ്വരവാദികളായ, നാസ്തികരായ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികളെല്ലാം തന്നെ വിശ്വാസികളാണ്. യാതൊരു സംശയവുമില്ല, അവർ വിശ്വാസികളാണ്. പക്ഷേ ഗണപതിയെ പൂജിക്കുന്നത് പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ടാണ് എന്നുള്ളതാണ്. ആ ഭരണാധികാരിയുടെ മക്കളും മരുമക്കളും ബന്ധുക്കളും ഭരണാധികാരിക്ക് വേണ്ടി ഇവിടുത്തെ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ കയറിയിറങ്ങുകയാണ്, ഇവിടുത്തെ ജ്യോത്സ്യന്മാരെ സമീപിക്കുകയാണ്, അവരുടെ കുറിപ്പടി അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുകയാണ്, ഗണപതി ഹോമം ചെയ്യുകയാണ്. സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ 25-30 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ശബരിമലയിൽ വച്ചിരിക്കുന്നത് വാവരയാണ്. വാവരക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും കുലബന്ധം പോലുമില്ല. ആ വാവര് മുസ്ലിം ആക്രമണകാരിയാണ്. അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കടന്നു വന്ന തീവ്രവാദിയാണ്. അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല, പൂജ്യനല്ല. പിന്നെ പൂജിക്കപ്പെടേണ്ടത് ആര് എന്ന് ചോദിച്ചാൽ വാപുരൻ. മറന്നുപോകരുത്. സർവ അയ്യപ്പ ഭക്തന്മാരോടും ഞാൻ അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു, വാവരല്ല, വാപുരസ്വാമി. ആരാണ് ഈ വാപുരൻ? ഗ്രന്ഥങ്ങൾ നിരത്തി ഇവിടുത്തെ ഹൈന്ദവ സംഘടനാ നേതാക്കൾ പ്രഖ്യാപിച്ചു വാപുരൻ ആര് എന്ന്. ഗ്രന്ഥങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്, ശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. വാപുരൻ ശിവന്റെ ഭൂതമാണ്. അതുകൊണ്ട് തന്നെ അയ്യപ്പനെ സഹായിക്കുവാൻ ശിവനയച്ച ഭൂതമാണ് വാപുരസ്വാമി. ആ വാപുരസ്വാമിയുടെ അനുഗ്രഹം ഇവിടുത്തെ അയ്യപ്പന്മാർക്കുണ്ടാകട്ടെ. ആ വാപുരസ്വാമിയുടെ നടയിൽ ചെന്ന് നിന്നുകൊണ്ട് തേങ്ങയടിച്ച് അയ്യപ്പനെ ദർശിക്കുവാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് എരുമേലിയിൽ ഇന്ന് വാപുരന്റെ പേരിൽ ഒരു മഹാക്ഷേത്രം ഉയരുവാൻ പോകുന്നത്. അത് കെട്ടുന്നതിന് ആർക്കാണ് ഇവിടെ തടസ്സം? ആർക്കാണ് ഇവിടെ ഒരു ചൊറിച്ചിൽ? അതൊക്കെ ഇവിടെ വച്ചിരുന്നാൽ മതി. ഇതൊന്നും ഇവിടെ വില പോകില്ല. അതുകൊണ്ട് നമ്മൾ സംഘടിക്കണം, ശക്തരായി നമ്മൾ മുന്നോട്ട് വരണം. ഏകോദര സഹോദരന്മാരെ പോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പ്രഖ്യാപിച്ച ആ മഹത്തായ സങ്കല്പം ജാതി ഒന്നേ ഉള്ളൂ എന്നല്ല പറഞ്ഞത്. ചമ്മന്തി കഴിക്കണമെങ്കിൽ 5 ജാതി മിനിമം അതിൽ വേണം, വേണ്ടേ? നമ്മുടെയൊക്കെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത് 5 ജാതികൾ കൊണ്ടാണ്: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം.
മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കാള നന്നാകേണ്ടെന്നല്ല, പൂച്ച നന്നാകേണ്ടെന്നല്ല, പട്ടി നന്നാകേണ്ടെന്നല്ല. അർത്ഥമറിയുവാൻ നമുക്ക് കഴിയട്ടെ, അതിനുള്ള ചിന്ത നമുക്കുണ്ടാകട്ടെ. എന്നാൽ മാത്രമേ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയൂ. അത് ചിന്തിക്കുവാൻ ഉള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ലക്ഷക്കണക്കിനുള്ള ഭക്തന്മാർ ഒരുമിച്ചു ചേർന്ന് അയ്യപ്പന്റെ സംസ്കാരത്തെ നിലനിർത്തുവാൻ ഉള്ള ഈ വലിയ സംരംഭം മഹത്തായ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. സ്വാമി ശരണം. സ്വാമിയെ ശരണമയ്യപ്പ. വാപുരൻ സ്വാമിയെ ശരണമയ്യപ്പ. വാപുരൻ സ്വാമിയെ ശരണമയ്യപ്പ. അതെന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അറിഞ്ഞു തന്നെയാണ് പറഞ്ഞത്. വാവര് സ്വാമിയെ ശരണമയ്യപ്പ എന്നല്ല ഞാനിവിടെ പറഞ്ഞത്. ശ്രദ്ധിക്കുക, വാപുരൻ സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ്. കാരണം ഇക്കാലം അത്രയും നമ്മൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു. വാവര് എന്ന് പറയുന്നത് അയ്യപ്പനുമായി യുദ്ധത്തിന് വന്ന ആക്രമണകാരിയാണ്. അയ്യപ്പനുമായി യുദ്ധത്തിൽ പരാജയപ്പെട്ട മുസ്ലിം ആക്രമണകാരിയാണ്. അദ്ദേഹം യാതൊരു വിധത്തിലും ആദരണീയനോ ആരാധ്യനോ പൂജാർഹനോ അല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പൂജിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ തെറ്റായി ധരിച്ചുപോയത് വാപുരൻ സ്വാമിയാണ് വാവര് എന്നാണ്. വാപുരൻ സ്വാമി ശിവഭൂതമാണ്, അയ്യപ്പന്റെ ഭൂതഗണങ്ങളിൽപ്പെടുന്ന ആളുകൂടെയാണ്. ശബരിമല നട കാക്കുന്ന പ്രധാനപ്പെട്ട ശിവഭൂതമാണ്. അദ്ദേഹം ആരാധ്യനാണ്, സംപൂജ്യനാണ്, പൂജ്യനാണ്, ആദരണീയനാണ്. അതുകൊണ്ട് ശബരിമലയിൽ പോകുന്ന എല്ലാ ഭക്തരും ചെയ്യേണ്ടത് വാവര് സ്വാമിയെ ശരണമയ്യപ്പ എന്നല്ല വിളിക്കേണ്ടത്, വാപുരൻ സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ് വിളിക്കേണ്ടത്. വാവരാര്, വാപുരൻ സ്വാമി ആര് എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ അറിയേണ്ട കാര്യവുമുണ്ട്. അത് അറിയാതെ പോയ ഇക്കാലം അത്രയും നമ്മൾ വാസ്തവത്തിൽ തെറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. വരുന്ന തലമുറ അത് ആവർത്തിക്കാതിരിക്കുവാൻ നമ്മൾ ഇപ്പോഴെങ്കിലും തിരുത്തേണ്ട ആവശ്യമുണ്ട്. സമയം അധികരിച്ചെങ്കിലും നമ്മളത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ക്ഷേത്രസന്നിധിയിൽ, ബാംഗ്ലൂരിലുള്ള ശ്രീ ധർമ്മശാസ്താഗിരി അയ്യപ്പസ്വാമി ക്ഷേത്ര സന്നിധിയിൽ അഗ്നിമൂലയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി അയ്യപ്പന് അഭിമുഖമായി ഇവിടെ നമ്മൾ ചെയ്തിരിക്കുകയാണ് ഈ വാപുരൻ സ്വാമിയുടെ പ്രതിഷ്ഠ. വലതു കൈയിൽ ശൂലവും അതുപോലെ തന്നെ ഡമരുവും ഇടതു കൈയിൽ അമ്പും വില്ലുമായി നിൽക്കുന്ന വാപുരൻ സ്വാമി എന്ന ശിവഭൂതം, അയ്യപ്പന്റെ നടകാക്കുന്ന ആ ശിവഭൂതം, അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠ ഇന്നായിരിക്കുന്നു. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. ഇത് ലോകമത്രയും അറിയണം. ലോകത്തുള്ള എല്ലാ അയ്യപ്പ ഭക്തന്മാരും ഹിന്ദുക്കളും ഇത് അറിയണം. നമ്മൾ ഇത്ര നാൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു. അയ്യപ്പന്റെ സന്നിധിയിൽ ശബരിമലയിൽ കബറുണ്ടാക്കി വെച്ചിട്ട് വരുന്ന ഹിന്ദുക്കൾ ആ മുസ്ലിം സഹോദരന്റെ കയ്യിൽ നിന്ന് ഭസ്മം വാങ്ങിക്കൊണ്ടു പോകേണ്ടുന്ന ഗതികേട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ എരുമേലിയിൽ പോയി പേട്ട തുള്ളുമ്പോൾ വാവര് പള്ളി എന്ന പേരിൽ ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് ആ വാവര് പള്ളിയിൽ നിന്ന് പേട്ടതുള്ളി പോകുന്ന ഒരു ഗതികേടുണ്ട്. അടുത്ത വർഷം മുതൽ അത് സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കാരണം എരുമേലിയിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ ഉത്തരവാദ നേതൃത്വത്തിൽ 55 സെന്റ് സ്ഥലം അവിടെ ക്ഷേത്രത്തോട് ചേർന്ന് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നാണ് അടുത്ത പ്രാവശ്യം മുതൽ പേട്ടതുള്ളൽ നടത്തുന്നത്, അല്ലെങ്കിൽ നടത്തേണ്ടത്. നമുക്ക് ഒരു മതത്തോടും വിരോധമില്ല, ഒരു മതസ്ഥരും നമുക്ക് ശത്രുക്കളല്ല, എല്ലാ പേരും ഈശ്വര സൃഷ്ടിയിൽ പെട്ടവരാണ്. പക്ഷേ എനിക്ക് എൻ്റെ അമ്മ എന്ന് പറയുന്നത് പോലെ, എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് പോലെ, എൻ്റെ സംസ്കാരം, എൻ്റെ പിറന്ന നാട്, എൻ്റെ ഈശ്വര സങ്കല്പം, എൻ്റെ ആ ഒരു പാരമ്പര്യം അത് നിലനിർത്തേണ്ട ആവശ്യം നമുക്കുണ്ട്. അത് സ്വാർത്ഥതയല്ല, അത് മറ്റു മതസ്ഥരോടുള്ള വിരോധവുമല്ല. അതുകൊണ്ട് നമ്മളത് കളഞ്ഞു കുളിക്കാതെ നമ്മൾ ആ ഒരു സങ്കല്പത്തിലേക്ക്, ഭാരതത്തിന്റെ സാംസ്കാരിക മുഖ്യധാരയിലേക്ക്, ആധ്യാത്മിക ധാരയിലേക്ക് വരുന്ന തലമുറയെ കൊണ്ടുവരുന്നതിനും തെറ്റായി ധരിച്ചിരിക്കുന്ന എല്ലാ സങ്കല്പങ്ങളെയും തിരുത്തിക്കുറിക്കുന്നതിനും ഉള്ള ഒരു വലിയ തുടക്കമായും ചവിട്ടുപടിയായും വേണം നമ്മൾ ഇതിനെ കാണുവാൻ. ഇനി തൊട്ട് വാപുരൻ സ്വാമിയുടെ നടയിൽ വന്ന് തേങ്ങ ഉടച്ച് പ്രാർത്ഥന ചെയ്ത് മാത്രമാണ് അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് പോകുന്നത്. ഇത് കേരളത്തിലുള്ള ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും വാപുരന്റെയും സ്ഥാനം, സന്നിധി ഉണ്ടാകണം. അതുപോലെ തന്നെ അയ്യപ്പ സേവാ സംഘം അതിനുവേണ്ടി മുൻകൈയെടുത്തിട്ടുണ്ട്. ദക്ഷിണ ഭാരതത്തിൽ അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ എല്ലാവരും അത് ചിന്തിച്ച്, ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ പണ്ട് പറഞ്ഞതുപോലെ വാപുരൻ സ്വാമിക്ക് തീർച്ചയായിട്ടും എല്ലാ അയ്യപ്പ സന്നിധികളിലും സ്ഥാനമുണ്ടാകണം. ആ സങ്കല്പം നമ്മൾ ഉറപ്പിക്കണം. അയ്യപ്പന്റെ സ്വാമിയുടെ ആശീർവാദത്തിന് അതൊരു കാരണമാകും. നമ്മുടെ തടസ്സങ്ങൾ ദൂരീകരിക്കുന്നതിനും അത് വളരെയധികം സഹായകമാകും. എന്തായാലും ഈ ദിവസം, ഈ മകരസംക്രാന്തി ദിവസം 10,000 ഒത്തുചേർന്ന ഈ ദിവസം, ഇന്നലെ മെനഞ്ഞാന്ന് പൊങ്കാലയോടുകൂടി വലിയൊരു യജ്ഞം നടന്ന ഈ ഒരു പുണ്യസന്നിധിയിൽ കഴിഞ്ഞ 60 ദിവസമായി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അന്നദാനം, ആയിരക്കണക്കിന് ആളുകൾ
പങ്കെടുത്ത അന്നദാന യജ്ഞം നടന്ന ഈ സന്നിധിയിൽ ഇന്ന് ഇവിടെ പ്രതിഷ്ഠ നടത്തുവാൻ കഴിഞ്ഞത് ഒരു മഹാപുണ്യമായും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമായും വാപുരൻ സ്വാമിയുടെ അനുഗ്രഹത്തിന് നമ്മൾ പാത്രീഭൂതരാകുന്നതിനുള്ള അർഹത നമുക്കുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായും ഇത് നമ്മൾ കാണണം. ഇതിന് സാക്ഷ്യം വഹിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും, ഇതിനോട് സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം. ജയ് സീതാറാം. സ്വാമിയെ ശരണമയ്യപ്പ. വാപുരൻ സ്വാമിയെ ശരണമയ്യപ്പ.